ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മിനി ഇൻഡോർ പ്ലാന്റർ ഐഡിയാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ഡാമേജ് പറ്റിയ ബൗൾസോ മഗ്സോ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് ഡംപ് ചെയ്യാതെ റീസൈക്കിൾ ചെയ്ത് ക്യൂട്ട് പ്ലാന്റർ ആക്കി എടുക്കാനുള്ള ഒരു ചോട്ട DIY ഐഡിയ ആണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് മഗ്ഗിൻ്റെ ഹാൻഡിൽ പൊട്ടിയോണ്ട് ആദ്യം തന്നെ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഞാനൊരു ഷോപ്പിൽ നിന്ന് ഡാമേജ് ആയിട്ടുള്ള മഗ്സ് വളരെ ചെറിയ പൈസയ്ക്ക് മേടിച്ചതാണ്. വീട്ടിൽ പൊട്ടിപ്പോയ മഗ്ഗൊന്നും ഇല്ല, പക്ഷേ ഈ DIY ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഡാമേജ് ആയ ബൗൾസ് ഉണ്ടോയെന്നൊന്ന് ചോദിക്കാം. ഇനി എങ്ങാനും കിട്ടിയാൽ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഇതുപോലെ DIYs ഒക്കെ ചെയ്യാമല്ലോ. മഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പക്ഷെ വീണ്ടും അത് പൊട്ടിപ്പോകാതിരിക്കാൻ എടുക്കുമ്പോൾ ഹാൻഡിലിൽ പിടിച്ചെടുക്കാതെ ആ കപ്പിൽ പിടിക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മുടെ പോട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം. പോട്ടിംഗ് മിക്സ് ഇടുമ്പോൾ പോട്ട് നിറയെ ഇടാതെ പിന്നീടും വളം ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് കുറച്ച് ഞാനിതിലിടുന്നുണ്ട്. ഇനി ഓരോന്നിലായി ചെടി വെച്ച് കൊടുക്കുക. ഈ ഒരു പ്ലാന്റാണ് ഈ മഗ്ഗിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല. ഇതിന് കുറച്ച് കട്ടിങ്സും തൈകളും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ നോട്ട്സിലും ചെറിയ ചെറിയ റൂട്ട്സ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെടി പെട്ടെന്ന് മണ്ണിൽ പിടിക്കും. ഈ ചെടി വെക്കുന്നതിന് മുന്നേ പോട്ടി മിക്സ് ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കുക. വെള്ളം അധികം വേണ്ട, ചെറുതായി ഒന്ന് നനഞ്ഞാൽ മാത്രം മതി. ഇനി ഓരോ കട്ടിങ്സും കുഴിച്ചിടാം. ഈ ചെടിയുടെ പേര് അറിയുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യട്ടോ. ഇനി അടുത്ത ബൗളിൽ ഈ ഒരു ചെടിയാണ് വെക്കാൻ പോണത്. ഡ്രസീന പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആണിത്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ ഈ ചെടി നന്നായി വളരും. അതുകൊണ്ട് ജനലിൻ്റെ സൈഡിലൊക്കെ വെക്കുന്നതാവും ബെറ്റർ. അടുത്തത് കലാഞ്ചിയ പ്ലാന്റ് ആണ് എടുക്കുന്നത്. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് ഒരു ബെസ്റ്റ് ഇൻഡോർ ചോയ്സ് ആണെന്ന് തന്നെ പറയാം. ഇതിനധികം സൺലൈറ്റിൻ്റെ ആവശ്യമില്ല, ചെറിയ ഷെയ്ഡ് മാത്രം മതി. ചെടി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടറിങ് ആണ്, പ്രത്യേകിച്ച് ഇതുപോലുള്ള പോട്ട്സിൽ. കാരണം ഈ പോട്ട്സിനൊന്നും ഡ്രെയിനേജ് ഹോൾ ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അധികം ആവാതെ നോക്കുക. അധികമായാൽ ചെടി ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്ന് സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ DIY ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.